ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞൊരു 2 മാസത്തിലേറെ കാലമായി രാജ്യം ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്, അതിൻ്റെ ഓരോ ഘട്ടത്തെക്കുറിച്ചുമാണ്, അതിൻ്റെ മാറി മാറി വരുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചാണ്. വലിയ ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു നിന്ന BJPയും NDA മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടം കഴിയുന്തോറും ഏത് നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ചർച്ചകളിൽ നിന്ന് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളിൽ നിന്ന് വലിയ തോതിൽ ആളുകളുടെ മുമ്പിലുണ്ട്. മാത്രവുമല്ല, ഇപ്പുറത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണി, ഇന്ത്യ മുന്നണി കുറേ കൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. ഏറ്റവും അധികം സ്വാധീനമുള്ള BJP സ്വാധീന കേന്ദ്രങ്ങളിൽ 303 സീറ്റുമായി നിൽക്കുന്ന BJPക്ക് ഇത്തവണ സീറ്റ് കാര്യമായി അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്നൊരു ചിന്ത ഏറ്റവും ശക്തമായി രാജ്യത്ത് നിൽക്കുകയാണ്. അങ്ങനെ സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണത് തിരികെ പിടിക്കാൻ അവർക്ക് എവിടെ നിന്ന് കഴിയും എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് മുമ്പിലാണ് BJP ആശങ്കപ്പെട്ട് നിൽക്കുന്നത്. കാരണം ദക്ഷിണേന്ത്യയിൽ നടക്കം നിലവിൽ അവർക്ക് ലഭിച്ച സീറ്റ് പോലും നഷ്ടപ്പെടുന്ന നിലയിലാണ് കാര്യങ്ങൾ. നമ്മൾ ആദ്യം സംസാരിച്ച പ്രജ്വൽ രേവണ്ണയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന BJP NDA രാഷ്ട്രീയം കർണാടകയിൽ അവർക്ക് ഇത്തവണ 26 സീറ്റുള്ള കർണാടകയിൽ അവർക്ക് കാര്യമായ ആ സീറ്റുകൾ നഷ്ടപ്പെടും എന്ന അവസ്ഥയുണ്ട്. മഹാരാഷ്ട്രയിലെ അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ബീഹാറിൽ സീറ്റുകൾ കഴിഞ്ഞ തവണ ഒരൊറ്റ സീറ്റാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചത്. ഇത്തവണ ആ നിലയിൽ നിന്ന് മാറി കുറേ കൂടി സീറ്റുകൾ നഷ്ടപ്പെടും. UPയിലും താരതമ്യേന സീറ്റുകൾ കുറേ കൂടി നഷ്ടപ്പെടാം. ദില്ലി, ഹരിയാന ഒക്കെ സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ സമാനമായ സാഹചര്യം, രാജസ്ഥാൻ ആ സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്, പഞ്ചാബ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ 7ാം ഘട്ടം വോട്ടെടുപ്പിൻ്റെ അവസാനഘട്ട നിശബ്ദ പ്രചാരണത്തിലാണ് ഇന്ന് മുന്നണികൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ വാർത്താ പ്രാധാന്യം. 57 മണ്ഡലങ്ങൾ ജനവിധി തേടുന്ന 7ാം ഘട്ടത്തിൽ 7 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടുന്നു. പഞ്ചാബിലും പശ്ചിമ ബംഗാളിലും ഈ ഘട്ടത്തിൽ കനത്ത പോരാട്ടം നടക്കുമ്പോൾ കർഷക പ്രക്ഷോഭം BJPക്ക് തിരിച്ചടിയാകുന്നതിനോടൊപ്പം കഴിഞ്ഞ ഘട്ടങ്ങളിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് മറികടക്കാനുള്ള കണക്കുകൂട്ടലും തയ്യാറെടുപ്പും ശ്രമവും BJP നടത്തും എന്നും പൊതുവെ കരുതുന്നുണ്ട്. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നത്. സിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഇപ്പോൾ കടുത്ത ചൂടിൽ ദില്ലിയിൽ നിന്ന് സിബി തുടങ്ങുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ 7ാം ഘട്ടത്തിൻ്റെ നിശബ്ദ പ്രചാരണത്തിൻ്റെ ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ മണ്ഡലം അടക്കം ഉൾപ്പെടുന്നതാണ് 7ാം ഘട്ടം. ഇതോടുകൂടി വോട്ടെടുപ്പിന് തിരശ്ശീല വീഴുന്നു. പിന്നെ എല്ലാ ശ്രദ്ധയും വോട്ടെണ്ണലിലേക്കാണ്, 4-ാം തീയതിയിലേക്കാണ്. അപ്പോൾ ഈ 7ാം ഘട്ടം, ഞാൻ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. ഈ ഘട്ടത്തിൻ്റെ ഒരു സവിശേഷത, അതിൽ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം സീറ്റുകൾ, അതുകൊണ്ട് തന്നെ ഈ ഘട്ടവും അവരെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ ഈ 7ാം ഘട്ടത്തിൽ എങ്ങനെ? ശരത്ത്, ഈ 7ാം ഘട്ടവും BJPക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ഉൾപ്പെടെയാണ് ഈ വോട്ടെടുപ്പ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത്. BJPയെ സംബന്ധിച്ച് ഈ തവണ ഭൂരിപക്ഷം വളരെയധികം വർദ്ധിപ്പിക്കുക എന്നതാണ് BJPയുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. വാരണാസിയിൽ 3 ടൈമായി 3ാം ഊഴമാണ് ഇപ്പോൾ മോദിയെ സംബന്ധിച്ച്. നേരത്തെ തന്നെ ഗംഗ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി വാരണാസിയിലേക്ക് എത്തിയത്. എന്തായാലും ഇത്തവണ ഒരു 10 ലക്ഷം വോട്ടെങ്കിലും വാങ്ങുക, 7 ലക്ഷം വോട്ടിനെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നതെല്ലാം തന്നെയും മോദിയും BJPയും കണക്കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ BJP വാരണാസിയിൽ മുഴുവൻ പ്രവർത്തിക്കുകയായിരുന്നു. അമിത്ഷായ്ക്കായിരുന്നു അവിടെ ചുമതലയെല്ലാം തന്നെയും ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ വലിയ പ്രചരണമാണ് വാരണാസിയിൽ ഉൾപ്പെടെ BJP നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വാരണാസിയെല്ലാം തന്നെ വേറെ ശ്രദ്ധേയമാകുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, പഞ്ചാബിലേക്ക് നോക്കിയാൽ പഞ്ചാബിൽ ഒറ്റഘട്ടമായി 13 സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നു. പക്ഷേ അവിടെ കർഷക പ്രതിഷേധം ഏറെ ഉയർന്ന ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല, പ്രചരണ ഘട്ടത്തിലെല്ലാം തന്നെയും ഈ കർഷക പ്രതിഷേധം ഏറെ ഇത്തരത്തിൽ നേരിട്ട് അനുഭവിച്ച ഒരു സ്ഥിതിവിശേഷം കൂടി BJPക്കുണ്ട്. കഴിഞ്ഞ ദിവസം കർഷകർ BJP നേതാക്കളുടെയും സ്ഥാനാർത്ഥികളും വീട് വളയുന്ന രീതിയിലെല്ലാം തന്നെയും പ്രതിഷേധം ആളിക്കത്തിയിരുന്നു. ഈ കാർഷിക വിളകളുടെ മിനിമം താങ്ങുവില എന്ന ആവശ്യം അത് മോദി പാലിക്കാത്തത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ രോഷം പകരുന്ന സംസ്ഥാനമാണ് ഈ പഞ്ചാബും ഹരിയാനയും എല്ലാം തന്നെയും. മാത്രമല്ല, ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം ഈ ശിരോമണി അകാലിദളെല്ലാം തന്നെയും BJPയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് സ്വതന്ത്രമായി വേറെ മത്സരിക്കുന്നു. അപ്പോൾ അവിടെ ആം ആദ്മിയും കോൺഗ്രസും ഈ ശിരോമണി അകാലിദളും BJP എല്ലാം തന്നെയും വേറെ മത്സരിച്ചുകൊണ്ട് ഒരു ചതുഷ്കോണ മത്സരമാണ് പഞ്ചാബിൽ നടക്കുന്നത്. അത് ഏറെ ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. അത് അവിടുത്തെ പോരാട്ടവും ഏറെ പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ 13 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു. ഹിമാചലിലേക്ക് പോയി അവിടെ
4 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. ഹിമാചലിൽ ബോളിവുഡ് നടി കങ്കണ റണാവത്തും അവിടെ ഹിമാചൽ മന്ത്രിയായിരുന്ന അവിടുത്തെ PCC അധ്യക്ഷയുടെ മകൻ കൂടിയായ വിക്രമാദിത്യ സിംഗ് മത്സരിക്കുന്ന മണ്ഡി മണ്ഡലം ഏറെ ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ബീഹാറിലേക്ക് പോയ ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ അവിടെ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി VIP മണ്ഡലങ്ങളുള്ള ഒരു പോരാട്ടം തന്നെയാണ് 7ാം ഘട്ടത്തിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാം. നിരവധി ബംഗാളിലേക്ക് നോക്കിയാൽ ബംഗാളിൽ 9 സീറ്റുകളിലും ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ബംഗാളിൽ CPIഎമ്മും തൃണമൂൽ കോൺഗ്രസും BJPയും നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ഒരു നിരവധി മണ്ഡലങ്ങളുണ്ട്. അങ്ങനെയെല്ലാം തന്നെയും വളരെയധികം പ്രത്യേകതയുണ്ട്. കൂടാതെ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ മത്സരിക്കുന്നുണ്ട്, നടൻ രവി കിഷൻ മത്സരിക്കുന്നുണ്ട്, മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി ബംഗാളിൽ മത്സരിക്കുന്നു, ശിരോമണി അകാലിദൾ നേതാവ് ഹർസിമ്രത് കൗർ ബാദൽ മത്സരിക്കുന്നു. ഇങ്ങനെ നിരവധി VIP മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ 7ാം ഘട്ടം എന്ന് പറയുന്നത്. എന്തായാലും മോദിയെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും ഉത്തരേന്ത്യയിൽ ഈ പോളിംഗ് ശതമാനം കുറയുന്നത് വളരെ വലിയൊരു ആശങ്ക തന്നെയാണ്. ഇത്തവണയും പോളിംഗ് ശതമാനം കൂടുമെന്നൊരു പ്രതീക്ഷ BJPക്ക് ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 6 ഘട്ടങ്ങളിലും യാതൊരുവിധ മുന്നേറ്റവും ഉണ്ടാക്കിയില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ടോട്ടൽ നോക്കുമ്പോൾ ഈ ഉത്തരേന്ത്യയിലാകമാനം ഒരു 100 സീറ്റിന് കുറവെങ്കിലും BJPക്ക് ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ സർവേ ഫലമെല്ലാം തന്നെയും നിരവധി ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം തന്നെയും വളരെ വലിയൊരു ആശങ്ക BJPയിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ മറുഭാഗത്ത് നോക്കിയാൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഏറെ ആത്മവിശ്വാസം വർദ്ധിച്ച ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് തങ്ങൾക്ക് ഒരു കേവല ഭൂരിപക്ഷത്തോട് അടുത്ത് തങ്ങൾക്ക് കിട്ടും, ഒരു 300 സീറ്റും കിട്ടി അധികാരത്തിലൊക്കെ നേടാൻ കഴിയുമെന്നെല്ലാം തന്നെയും കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമെല്ലാം തന്നെയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയെല്ലാം തന്നെയും വളരെ വലിയൊരു പോരാട്ടമാണ് നടക്കുന്നത്. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാന ഘട്ട വോട്ടെടുപ്പാണ്. അതിനെല്ലാം തന്നെയും പരസ്യപ്രചാരണം ഇന്നലെ സമാപിച്ചു. ഇനിയിപ്പോൾ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തുന്നു. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതോടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ജൂൺ 4 ആർക്കാണ് ഇനിയിപ്പോൾ ഈ രാജ്യത്തിൻ്റെ അധികാരത്തിൽ വരുന്ന ആറാം നിലയും കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ഈ 7ാം ഘട്ട വോട്ടെടുപ്പിനും ഏറെ പ്രാധാന്യമുണ്ട്. എല്ലാ വോട്ടെടുപ്പ് സജ്ജീകരണം തന്നെയും പൂർത്തിയാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇനി മറ്റന്നാൾ ഈ 57 ലോക്സഭാ സീറ്റുകളിലേക്കും പോളിംഗ് ബൂത്തുകളിലേക്കും ജനങ്ങളെത്തും. എന്തായാലും നരേന്ദ്രമോദി അടക്കം മത്സരിക്കുന്ന വാരണാസിയൊക്കെ ഏറെ ശ്രദ്ധേയമായ മണ്ഡലമായി നോക്കി നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും വളരെ മാസങ്ങൾ നീണ്ട ഒരു പോരാട്ടം ഇപ്പോൾ അവസാനിക്കുകയാണ്. പ്രത്യേകിച്ച് കർഷക പ്രതിഷേധവും കൂടാതെ BJP നരേന്ദ്രമോദിയെല്ലാം തന്നെയും വർഗീയ പരാമർശവും വിദ്വേഷ പരാമർശവും മുസ്ലിം വിരുദ്ധ പരാമർശവും വോട്ട് ജിഹാദും കൂടാതെ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ധ്യാനത്തിലിരിക്കാൻ പോകുന്നു. അതുകൂടാതെ താൻ ദൈവമായി ആണെന്ന് പറയുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങളെല്ലാം അത് ധ്യാനം വിട്ടേക്ക് സിബി, ധ്യാനം വിട്ടേക്ക്. അത് ഞങ്ങളുടെ നാട്ടിലാണ്, ഇങ്ങാണ്. അപ്പോൾ കന്യാകുമാരിയിൽ അത് വിജിൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. വിജിൻ രാവിലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. തിരുവനന്തപുരത്ത് എത്തിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നേരെ കന്യാകുമാരിയിലേക്ക് പോയത്. അവിടെ വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കുന്നു. നാളെ തിരിച്ച് ഇതെല്ലാം തീർത്ത് അദ്ദേഹം ദില്ലിയിലേക്ക് എത്തും.